السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് മനുഷ്യരായ നാം എല്ലാവരും. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. പല ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാത്തതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നവരും എൻ്റെ മജ്ലിസിൽ കാണുന്നവരിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാനും നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും അള്ളാഹു സാധിപ്പിച്ചു തരാനും പറ്റുന്ന ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. ഖുർആനിൻ്റെ ഹൃദയമായ സൂറത്ത് യാസീനിലെ ഒരു അത്ഭുത ആയത്താണ്, ഒരു ചെറിയ ആയത്താണ് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത്. ഈ ആയത്ത് 129 തവണ നല്ല ഇഖ്ലാസോടെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തൊരു നിയ്യത്ത് വെച്ചുകൊണ്ടാണോ ഓതുന്നത് ആ നിയ്യത്ത് അല്ലാഹു സാധിപ്പിച്ചു തരും. നമ്മുടെ ആ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരും. ഈ ആയത്ത് നമ്മൾ ഓതേണ്ട രൂപം, ഈ അമല് നമ്മൾ ചെയ്യേണ്ട രൂപം, ആദ്യമായി നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യുക. നമ്മുടെ മജ്ലിസിന്റെ മശായിഖന്മാരുടെ പേരിൽ 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം സൂറത്ത് യാസീൻ ആദ്യം മുതൽ നമ്മൾ പാരായണം ചെയ്തു തുടങ്ങുക. അതിൽ 58ാമത്തെ ആയത്ത് വരുന്ന സമയത്ത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് വരുന്ന സമയത്ത് 129 തവണ ആ ആയത്ത് നമ്മൾ ഓതുക. അതിൻ്റെ ശേഷം സൂറത്ത് യാസീനിനെ നമ്മൾ പൂർത്തീകരിക്കുക. ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് എന്ന് തുടങ്ങുന്ന സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ 11 തവണ